എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും എന്നാൽ ആർക്കും തന്നെ അറിയില്ലാത്തതും അല്ലെങ്കിൽ ആർക്കും തന്നെ സാധിക്കാത്തതുമായ ഒരു വിഷയത്തെ പറ്റിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിദ്യ അറിയാത്തതാണ് നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന 99% ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ വിദ്യ നമ്മൾ സ്വായത്തമാക്കിയാൽ നമ്മളുടെ ജീവിതത്തിലെ 99% പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എന്നുള്ളതാണ്. എന്നാൽ ഈ വിദ്യ അറിയാൻ നമ്മളോട്ട് ശ്രമിക്കാറുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ അതിൻ്റെ ഗൗരവത്തെപ്പറ്റി നമ്മളോട്ട് മനസ്സിലാക്കാറുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കേണ്ട വിദ്യയാണ് നമുക്ക് വശമില്ലാത്തത്. എന്നാൽ മിക്ക ആളുകൾക്കും തൻ്റെ വീട് നിയന്ത്രിക്കാൻ അറിയാം, അച്ഛനെയും അമ്മയെയും നിയന്ത്രിക്കാൻ അറിയാം, മക്കളെ നിയന്ത്രിക്കാൻ അറിയാം, ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാം, ഭർത്താവിനെ നിയന്ത്രിക്കാൻ അറിയാം, ഫ്രണ്ട്സിനെയൊക്കെ നിയന്ത്രിക്കാൻ അറിയാം, ജോലി സ്ഥലത്തെ ആളുകളെ ഒക്കെ നിയന്ത്രിക്കാൻ അറിയാം, എന്തിന് അയൽപക്കത്തെ ആളുകളെ പോലും നിയന്ത്രിക്കാൻ നമുക്ക് അറിയാം എന്നുള്ളതാണ് വസ്തുത. പക്ഷേ സ്വന്തം മനസ്സിനെ മാത്രം നിയന്ത്രിക്കാൻ നമുക്കറിയില്ല. അതിങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ പറന്നു നടക്കുന്നു. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ഈ ഒരു കാര്യത്തിൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തിൽ? മനോനിയന്ത്രണം എന്ന കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മനോനിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ തോറ്റുപോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം മറ്റൊന്നുമല്ല, മനസ്സിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്.